അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ദിക്റാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്ന ഒരു നിധിയായിട്ടാണ് കാണേണ്ടത്. കാരണം ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിത്തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ മറ്റുള്ളവർ ചിന്തിച്ചു പോകും, എന്താണ് ഇവർക്ക് സംഭവിച്ചത്, ഇവൻക്ക് സംഭവിച്ചത്, എന്ത് മാറ്റമാണ് അവർക്ക് സംഭവിച്ചത്. എല്ലാ പ്രയാസങ്ങളും, അതായത് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ കരകയറ്റും. കടങ്ങൾ വീടുവാനുള്ള മാർഗങ്ങൾ നമ്മളിലേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള മാർഗം റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഉറപ്പായിട്ടും കാണിച്ചു തരും. ഈ ഒരു ദിക്ർ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ മാത്രം മതി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചൊല്ലുന്ന കാര്യം പരമരഹസ്യമായിരിക്കണം. നിങ്ങൾ ഇന്നാലിന്ന ദിക്ർ ചൊല്ലുന്നുണ്ടെന്ന് മറ്റുള്ളവരോട് പറയുവാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചൊല്ലുവാനോ പാടുള്ളതല്ല. പരമരഹസ്യമായിരിക്കണം. ഇത്രക്കും പവർഫുള്ളായിട്ടുള്ള ആ ദിക്ർ ഏതാണെന്ന് നോക്കാം. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ട ആ ദിക്ർ. ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ ചൊല്ലുക. ദിവസവും പതിവാക്കി ഇങ്ങനെ പോരുക. ഇതിന് പ്രത്യേകം സമയമോ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവുള്ളത് അപ്പോൾ നിങ്ങൾ വൃത്തിയായി ശുദ്ധിയായി ഒഴിഞ്ഞിരുന്ന് മറ്റാരോടും സംസാരിക്കാനോ മറ്റ് പ്രവൃത്തിയിൽ ഏർപ്പെടാനോ നിൽക്കാതെ ഇതിനേക്കായിട്ട് ഒരു 100 തവണയെങ്കിലും, ചുരുങ്ങിയത് ഒരു 100 തവണയെങ്കിലും ചൊല്ലുന്ന രീതിയിൽ ഒഴിഞ്ഞിരുന്ന് ആത്മാർത്ഥമായിട്ട് നല്ല ഇഖ്ലാസോടു കൂടി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു തആല ഈ ഒരു ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും, മാറ്റങ്ങൾ കൊണ്ടുതന്നിരിക്കും. റഹ്മാനും റഹീമുമായ നാഥൻ നമുക്ക് ഈ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ മറക്കാതെ ചൊല്ലിപ്പോരുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കടങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഈ ഒരു ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് പരിഹരിച്ചു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.